ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് എളുപ്പത്തിലുള്ള എന്നാൽ ഒരു മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് പറഞ്ഞു തരട്ടെ. അതും വീട്ടിലുള്ള ചേരുവകളാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ട് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പം നമുക്ക് എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുവരാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് നോക്കാം. പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വരണം. അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഈ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ബട്ടറും ഈ വെളുത്തുള്ളിയും ചേരുമ്പോൾ നല്ലൊരു മണമാണ് കിട്ടുക. തീർച്ചയായും നിങ്ങൾ ഇതിങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെളുത്തുള്ളി തീർച്ചയായും ചേർക്കണം. കാരണം നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ അതെല്ലാം പോയി കിട്ടും. ഇനി നമുക്കിതിലോട്ട് ചെറിയ കഷ്ണം സവാളയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളകും ഇതേപോലെ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. സവാളയൊക്കെ ഏകദേശം ഒന്ന് തളർന്ന് വരുന്നുണ്ട്. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു കഷ്ണം, ചെറിയൊരു കുഞ്ഞു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്, ക്യാരറ്റ് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ബട്ടറിന് ഉപ്പാണെങ്കിൽ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എൻ്റെ ഇപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ബ്രസ്റ്റ് വേവിച്ചതാണ്. ഇച്ചിരി കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് ചിക്കന്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ചെറിയൊരു കഷ്ണം ബ്രസ്റ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ചിക്കൻ കിട്ടും. അത് വേവിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതും കൂടി ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ പറ്റും. കൂടുതൽ ടൈമൊന്നുമില്ല. ചിക്കൻ വേവിച്ചെടുത്താൽ മാത്രം മതി. വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കന് പകരം ഇതിലോട്ട് ഒരല്പം കോളിഫ്ലവർ വേവിച്ചിട്ട് ഉടച്ചു കൊടുത്താലും മതി. ക്യാപ്സിക്കും കോളിഫ്ലവർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ. ചിക്കൻ കഴിക്കുന്നവരാണ് ചിക്കൻ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എരിവിനായിട്ട് ഒരല്പം ചതച്ച മുളകും കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റ് മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിലോട്ട് 3/4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഇപ്പം നമുക്കൊരു വൈറ്റ് സോസും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ചേർക്കുമ്പോൾ ഓയിൽ ചേർക്കാതെ ബട്ടർ തന്നെ ചേർക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് വറ്റി വരുമ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ വറ്റി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് അല്പം കറിവേപ്പിലയോ മല്ലിയിലയോ കസൂരി മേത്തിയോ ഏത് വേണേലും ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണിത്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ തന്നെ പുഴുങ്ങിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കണം. അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് കോൺഫ്ലോർ, അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദയും എടുക്കാം. അപ്പോൾ ഇത് ഗോതമ്പിലാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡോ ആക്കിയിട്ട് മാറ്റാം. വെള്ളമൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോകരുത്. അതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലോട്ട് ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു കുഞ്ഞു ബോളാക്കി മാറ്റാം. ഇതേപോലെ ബോളാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫില്ലിങ് എത്രത്തോളം നമുക്ക് ഇതിൽ വേണം അത്രയും വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടിയെടുക്കാം. കവർ ചെയ്തെടുക്കുക. ഇതേപോലെ ഫില്ലിങ് പുറത്ത് വരാത്ത വിധത്തിൽ വേണം ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ബോളാക്കി എടുക്കാം. സിമ്പിളല്ലേ, കാര്യം മനസ്സിലായല്ലോ. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. കൂടുതൽ കാണിച്ചിട്ട് വെറുപ്പിക്കുന്നില്ല. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അതേ ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ്, ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലെക്സ് ഉണ്ടാവില്ല,
അതൊന്ന് പൊടിച്ചെടുത്താലും മതി. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഇങ്ങനെ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോളും ഇതേപോലെ ഒന്ന് ഇങ്ങനെ മുക്കിയെടുക്കാം. ചുറ്റിലും ആവുന്ന വിധത്തിൽ വേണം. ഒന്നിങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ ഇതവിടെ പ്രസ്സായിട്ട് നിന്നോളും. എല്ലാം ബ്രെഡ് ക്രംസിൽ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രീസറിലോട്ട് സിപ്ലോക്ക് ബാഗിലാക്കി മാറ്റിയാൽ 1 മാസം വരെ ഇങ്ങനെ തന്നെ സ്റ്റോർ വെക്കാൻ പറ്റുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് 5 മിനിറ്റ് മുന്നേ പുറത്ത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത പരിപാടി അതന്നെ. ഇനി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ആദ്യം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ കലാശം എല്ലാവർക്കും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇതിൽ കാണുന്നത് പോലെ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്.